ഏത് ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. Were not written during the inspection of contents, his evidence lacks clarity. Evidence of PW 228 lacks clarity. ഒരു സാക്ഷിയുടെ തെളിവിൽ വ്യക്തതയില്ല. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ഈ തെളിവിന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിലോ? അതൊരു ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരു ചോദ്യം, വ്യക്തത ഉണ്ടായിരുന്നിട്ടും വ്യക്തതയില്ലെന്ന് ബോധപൂർവം പറഞ്ഞിട്ടുണ്ടോ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് പറയുന്ന കുറച്ച് കമന്റുകൾ പ്രധാനം ഇതാണ്: നീ വിധിപ്പകർപ്പ് വായിച്ചോ? വിധിപ്പകർപ്പ് എന്താ? വായിച്ചതിന് ശേഷം നീ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നവരോടാണ് ഈ ഒരു വീഡിയോ. അതുപോലെ ശ്രീജിത്ത് പണിക്കർ അവിടെ ഇരുന്നു കൊണ്ട് ഓരോ വിധിപ്പകർപ്പിൽ എന്തൊക്കെ ഫാൾസ് അലിഗേഷൻ ആണ് ഈ പറയുന്ന പ്രോസിക്യൂഷൻ നിരത്തിയത്, അതെങ്ങനെയൊക്കെയാണ് പൊളിഞ്ഞു പോയത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. ശ്രീജിത്ത് പണിക്കരോടാണ് ഇപ്പൊ പറയാൻ പോകുന്ന ഒരു സംഭവം. വിധിപ്പകർപ്പിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എങ്ങനെയാണ് ഈ കോടതി ആ ഒരു തെളിവിനെ വളച്ചൊടിച്ചത് എന്നുള്ളത് ഈ ഒരു സംഭവം ഒരാൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചുണയുണ്ടെങ്കിൽ, ചങ്കുറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടോട്. അതിനെക്കുറിച്ച് ഈ പറയുന്ന പ്രേക്ഷകരോട് ഒന്ന് വിശദീകരണം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു തെളിവല്ല, ഇതും കെട്ടിച്ചമച്ചതാണെന്ന് എന്തുകൊണ്ട് കോടതി പറഞ്ഞു, ആ കോടതി പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് എന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ ഇട്ടുകൊടു. അപ്പോ ഈ പറയുന്ന വിധിപ്പകർപ്പ് വായിച്ചോ എന്ന് പറയുന്നവർക്കുള്ള ചുട്ട മറുപടി. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി എന്ന് വെച്ച് അക്ഷരാർത്ഥം ഞെട്ടി. ഈ ഒരു തെളിവ് മാത്രം മതിയായിരുന്നു ദിലീപ് എന്ന് പറയുന്ന ലവനെ പിടിച്ചകത്തിടാൻ. ഈ ഒറ്റ തെളിവ് മാത്രം മതിയായിരുന്നു. എന്നിട്ട് ഈ കോടതി ആ ഒരു ചെറിയ രണ്ട് വാക്കിൽ പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു തെളിവിനെ എടുത്തെറിയുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നടി എന്തുകൊണ്ടാണ്. ഈ കോടതിയെ എനിക്ക് വിശ്വാസമില്ല, കോടതിയല്ല ഈ ന്യായാധിപനെ എനിക്ക് വിശ്വാസമില്ല, അവിടെ ഇരിക്കുന്ന ജഡ്ജിനെ എനിക്ക് വിശ്വാസമില്ല, അവരെ മാറ്റണമെന്ന് ആവർത്തിച്ച് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇവർ പക്ഷാപാതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടാണ് വിധി വന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അനുകൂലമായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്ന് ഈ നടി എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത് എന്നുള്ള ഉത്തമ തെളിവാണ് ഈ പറയുന്ന ഈ ഒരു വീഡിയോ. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇങ്ങനെയും കോടതി, ഇങ്ങനെയും ഈ പറയുന്ന കോടതി എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ന്യായാധിപനെ ഞാൻ പറയുന്നത്. കോടതിയെ ഒരിക്കലും കുറ്റം പറയില്ല. ഈ പറയുന്ന ജഡ്ജി ഇങ്ങനെയും ഈ പറയുന്ന തെളിവുകളെ വളച്ചൊടിക്കുമോടെ. അതായത് ന്യൂസ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ, നിങ്ങൾ അവിടെ പോയി കാണണം. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി നിങ്ങൾ കാണണം. പുള്ളി അതിനകത്തൊരു പ്രൂഫിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് എന്തൊരു വിലപ്പെട്ട ഒരു പ്രൂഫാണ് അവിടെ കൊടുത്തിരുന്നത്. ആ വിലപ്പെട്ട ആ പ്രൂഫിനെ, ആ രേഖയെ എന്തു ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എങ്ങനെയാണ് അതിനെ ഈ പറയുന്നത് തെറ്റാണ്, ഇത് ഫാൾസ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് എങ്ങനെയാണ് എന്ന് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുള്ളി ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഡയലോഗ്, നമ്മുടെ മമ്മൂട്ടി പറഞ്ഞ ആ ഡയലോഗിനെ എടുത്തു വെച്ചുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത്. എന്താണ് സംഭവം, എന്തായിരുന്നു ആ പ്രൂഫ് ഇവരെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ദിലീപ് ജയിലിലാവുമായിരുന്നു എന്നുള്ളതാണ്. ഇനി അതിനെക്കാട്ടി ഞെട്ടുന്നത് ഈ പ്രൂഫ് എങ്ങനെ അവർ തള്ളി എന്നുള്ളത് അറിയുമ്പോഴാണ്. ഞെട്ടിപ്പോകും. നിങ്ങളത് കാണണം, കംപ്ലീറ്റ് കാണുകയും ചെയ്യണം, ഷെയറും ചെയ്യണം, ഹൈപ്പ് എല്ലാം കൊടുക്കണം. ഇത് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം, ആൾക്കാർ ഇത് അറിയണം എന്ന് ഉള്ളത് കൊണ്ടാണ്. കേൾക്കാം. അത് ഏത് ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അതൊരു അജ്ഞാത രഹസ്യമാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അങ്ങനെ ഒരു അടയാളം, ഒരു തെളിവ് ഈ കേസിലും തേച്ചു മായ്ക്കപ്പെടാതെ കിടപ്പുണ്ട്. ദ ട്രൂത്ത് എന്ന സിനിമയിലെ ക്ലൈമാക്സിന്റെ ഭാഗമായ ഒരു രംഗമാണ് നാം ഇപ്പോൾ കണ്ടത്. ഈ സീനിൽ മമ്മൂട്ടി പറയുമ്പോൾ ഒരു തെളിവ്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതി ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മെനഞ്ഞെടുത്ത തെളിവല്ല, അവർ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവല്ല, 8ാം പ്രതി അങ്ങോട്ട് കൊണ്ടുകൊടുത്ത തെളിവ്. 8ാം പ്രതിയെ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാക്കാൻ പോകുന്ന വിധമുള്ള ഒരു തെളിവ്. 1714 പേജുള്ള വിധിന്യായത്തിൽ നിർണായകമായ ഈ തെളിവ് എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ആദ്യം ഈ തെളിവ് എന്താണ്, എന്തിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്, എല്ലാം എടുത്തു വെച്ചിട്ടില്ല, കുറച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പറയുന്ന ന്യൂസ് ബുള്ളറ്റ് എന്ന് പറയുന്ന ചാനല് നിങ്ങൾ പോയി കംപ്ലീറ്റ് കാണണം കേട്ടോ. അതായത് ഈ തെളിവ് എന്ന് പറയുന്നത്, അതായത് ബാലചന്ദ്രകുമാർ പറഞ്ഞ ഒരു ഏറ്റവും ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന മെമ്മറി കാർഡ്, അതായത് പൾസർ സുനി ഈ ഒരു നടിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് അതിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് ലക്ഷ്യയില്, അതായത് കാവ്യ മാധവന്റെ
സ്ഥാപനമായ ലക്ഷ്യയിൽ കൊണ്ട് കൊടുത്തു എന്നുള്ളൊരു മൊഴിയുണ്ട്. അതിനുശേഷം ഈ ഒരു സംഭവം അതായത് ബാലചന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ദിലീപും മറ്റു പലരുമായിട്ട് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇത് കണ്ടു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അവസാനം കോടതി ഏതോ പ്രാന്തന്റെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏവന്റെ പുലഭ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി. ആ ഒരു സംഭവം ഓർമ്മ ഉണ്ടല്ലോ. ഇതിനകത്ത് ഇവരെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നവർ പോലീസ് ഉൾപ്പെടെ പോയി ഈ ദിലീപിന്റെയും മറ്റുള്ളവരുടെയും അവന്റെ അനിയന്റെയും ഒക്കെ ഈ ഫോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോയി ഉത്തരവ് വാങ്ങിച്ചു വന്നല്ലോ. അതിനുശേഷം അതിനു മുമ്പ്, അതായത് ഈ പറയുന്ന കോടതിയിൽ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവര് ഈ ഫോണിനെ ബോംബെയിൽ കൊണ്ട് എല്ലാം കളഞ്ഞല്ലോ. സ്വന്തം അതിൽ കിടന്ന ഡേറ്റ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും, അതിനകത്ത് ഓവർ റൈറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് അതിനകത്ത് കിടന്ന ഡാറ്റകൾ മൊത്തം കളയുകയും അതിനകത്ത് ഓവർ റൈറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ കൂടുതൽ ഓവർ റൈറ്റ് ചെയ്യുമ്പോഴേ പഴയത് എടുക്കാൻ പറ്റില്ല, റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ഓവർ റൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ കോടതി അതൊക്കെ നാച്ചുറൽ എന്ന് പറഞ്ഞു കിട്ടും. അവസാനം ഈ പറയുന്ന അനൂപിന്റെ, അതായത് രണ്ടാമത് കൈ കിട്ടിയതിനു ശേഷം ഈ പോലീസ് ചെക്ക് ചെയ്തപ്പോൾ ഈ അനൂപിന്റെ ഫോണിൽ നിന്ന് അതായത് ഇവര് ഗൂഗിൾ ഫോട്ടോയിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് മറന്നുപോയ അബദ്ധത്തിൽ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം ഇവർക്ക് കിട്ടി. അതായത് ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ തന്നെ പറയുന്നത്. ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ അത് 4 വിഷ്വൽസ് ആണ്. ഈ ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. അതായത് ഈ പറയുന്ന അതിൻ്റെയൊക്കെ ഫോട്ടോ അല്ല, ഈ ഓഡിയോ വെച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ ഗൂഗിളിൽ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ ഫയൽ ഡിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണും പോലെയാണ് എന്താണ് നടന്നത്, ആക്ച്വലി അവർ എന്തൊക്കെയാണ് പറഞ്ഞത്, ഏത് സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, അതിൻ്റെ ഒരു വിശദീകരണമായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നിങ്ങളത് ഞാനിവിടെ കൊടുക്കാം, വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കണം കേട്ടോ. പിന്നീട് ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ എന്തെന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തിയപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ഫയല് അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയത്, ഇത് എങ്ങനെയാണ് അത് അസാധുവാണോ എന്ന് പറഞ്ഞ് കോടതി തള്ളിയത്, അതിനെക്കുറിച്ചാണ് ഈ പുള്ളി ഇവിടെ പറയുന്നത്. ബാക്കിയേക്കാം. On a perusal of the evidence of PW 228, though he stated that the images were not written during the inspection of contents, his evidence lacks clarity. Evidence of PW 228 lacks clarity. ഒരു സാക്ഷിയുടെ തെളിവിൽ വ്യക്തതയില്ല. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ഈ തെളിവിന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിലോ, അതൊരു ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരു ചോദ്യം, വ്യക്തത ഉണ്ടായിരുന്നിട്ടും വ്യക്തതയില്ലെന്ന് ബോധപൂർവം പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ഈ PW 228? വ്യക്തതയില്ല എന്ന് കോടതി കണ്ടെത്തിയ ആ തെളിവ് മൊഴി എന്താണ്? ഈ കേസിൽ 2017 ഫെബ്രുവരി 17 നടിയെ ആക്രമിച്ച് പൾസർ സുനി പകർത്തിയ ആ ദൃശ്യങ്ങളുടെ ഫയൽ നമ്പർ സഹിതം, ആ ദൃശ്യങ്ങളുടെ സെക്കൻഡ് ബൈ സെക്കൻഡ്, ഫ്രെയിം ബൈ ഫ്രെയിം, ഡയലോഗ് ബൈ ഡയലോഗ് ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷന്റെ 4 ഇമേജുകളാണ് അനൂപിന്റെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. 4 ഫോട്ടോകൾ. അവിടെ ആ സ്മാർട്ട് ഫോൺ 8ാം പ്രതിയെയും സംഘത്തെയും ചതിച്ചു. ഫോണിലെ ക്യാമറ സെറ്റിംഗ്സിൽ സേവ് ലൊക്കേഷൻ, ലൊക്കേഷൻ ടാഗ്സ്, GPS ടാഗ്സ് എന്നൊക്കെ കാണും. ഇതിലേതോ ആ ഫോണിൽ ഓൺ ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം ഫോട്ടോയുടെ ജിയോ ടാഗ് പതിഞ്ഞു. എവിടെ വെച്ചാണ്, എപ്പോഴാണ് എടുത്തത് എന്ന കൃത്യമായ ലൊക്കേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. 2017 ഡിസംബർ 30 രാവിലെ 11:38 8ാം പ്രതി ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ വെച്ച് എടുത്ത ഫോട്ടോകളാണവ. അതായത് പ്രൈമറി എവിഡൻസ് ആയ മെമ്മറി കാർഡ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രൈമറി എവിഡൻസിലുള്ള ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ കൃത്യം നടന്ന ഏതാനും മാസങ്ങൾക്കകം 8ാം പ്രതി ദിലീപിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കുന്ന രേഖയാണ് നാം നേരത്തെ കേട്ട ആ സൂപ്പർ താര ഡയലോഗിൽ പറഞ്ഞതുപോലെ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചത്. ആ രേഖ പത്മസരോവരം. ഇതിനെ ഒരു പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബാലചന്ദ്രകുമാർ പറഞ്ഞത് കൃത്യമായിരുന്നു, സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവമാണ്. അതിന്റെ മെമ്മറി കാർഡ് കിട്ടിയില്ലെങ്കിൽ കൂടി അത് അവിടെ വെച്ച് ദിലീപിന്റെ വീട്ടിൽ വെച്ച് അത് പരിശോധിച്ചിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓഡിയോ ഫയൽ ഡിസ്ക്രിപ്ഷൻ, ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ചെയ്ത ഫോട്ടോ ഇവരുടെ ഈ അനൂപിന്റെ 4 എണ്ണം ഉണ്ടായിരുന്നത്. അതിൽ കൃത്യമായിട്ട് ദിലീപിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് എടുത്തെന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞൂടെ, എന്നിട്ടാണ് തള്ളിയത്. ബാക്കി 8ാം പ്രതിയുടെ വീട്ടിൽ കൊണ്ടുവച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, ബി സന്ധ്യ IPS ബൈജു പൗലോസോ അല്ല, മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ അല്ല. അനൂപിന്റെ ഫോട്ടോയിൽ പതിഞ്ഞ ആ ഡോക്യുമെന്റ് 8ാം പ്രതിയുടെ വീട്ടിൽ എങ്ങനെ വന്നു? വിശദീകരിക്കേണ്ടത് 8ാം പ്രതിയാണ്. ഇത് സംബന്ധിച്ച് എന്താണ് പ്രതിഭാഗത്തിന്റെ വിശദീകരണം? ആ വിശദീകരണം മറ്റൊരു നാടകത്തിന്റെ കൂടി ചുരുളഴിക്കും. 2017 ഡിസംബർ 15, അതായത് അനൂപ് പത്മസരോവരത്തിൽ വെച്ച് ഈ ഫോട്ടോകൾ എടുക്കുന്നതിന് 15 ദിവസം മുമ്പ്
8ാം പ്രതിയും അഭിഭാഷകരും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ 8ാം പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ആ ദൃശ്യങ്ങളുടെ വിശദീകരണം സ്വന്തം കൈപ്പടയിൽ കുറിച്ചെടുത്തിരുന്നുവെന്നും ഈ കുറിപ്പിന്റെ DTP കോപ്പിയാണ് താൻ ഫോട്ടോ എടുത്തത് എന്നുമാണ് അനൂപിന്റെ വാദം. ഈ മെമ്മറി ചോദ്യം അന്ന് 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിൽ വെച്ച് ഈ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ 2015 ഡിസംബർ, അതായത് 2015 ഡിസംബറില് ഡിസംബർ 15-ാം തീയതി ഇവര് ഈ പറയുന്ന വിഷ്വൽ കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുത്തും, നടിയുടെ അടുത്തോ പറയുന്നില്ല, പ്രോസിക്യൂഷന്റെ അടുത്ത് ആരെടുത്തും പറയാതെ ഈ രായി പറയുന്ന ദിലീപും കുറെ അഭിഭാഷകൻ കൂടി വരുന്നു. അവിടെ മജിസ്ട്രേറ്റ് പറഞ്ഞു എനിക്ക് വിഷ്വൽ കാണണം, അവരെ കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? അതിനെക്കുറിച്ച് വലിയ വിവാദം നടക്കും. അതായത് ആരെടുത്തും പറഞ്ഞിട്ടില്ല. അതിനുശേഷം 2019 ഇവർ ഹൈക്കോടതിയിൽ പോയി പിന്നീട് ഉത്തരവ് വാങ്ങിച്ച് കാണുന്നത്. അപ്പൊ ആദ്യം ഇവർ കണ്ടത് 2015 അത് ആരെടുത്തും ഒരു വകയും പറയാതെ, ആരെടുത്തും ഒരു അപേക്ഷ പോലും നൽകാതെ വന്ന് കണ്ടതാണ്. അതിന്റെ വിവാദം ഇപ്പോൾ അതിന് ഒരു ക്ലാരിറ്റി ഇല്ല. എന്തിനെ കണ്ടു, എന്തിനെ കാണിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. അപ്പൊ അവിടെ വെച്ച് ഒരു മണിക്കൂർ ഇതിനെ കണ്ടു. ഈ കണ്ട് കേട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കി എഴുതിയെടുത്തതാണ്. ആ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ വക്കീൽ അവിടെ വെച്ച് പിന്നീട് നോട്ട് ചെയ്ത് വന്നതിന് ശേഷം അതിനെ ഇങ്ങനെയാക്കി ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ആക്കിയതാണ് എന്നാണ് ഈ പറയുന്ന പ്രതിഭാഗത്തിന്റെ വാദം. മനസ്സിലായോ? അതെങ്ങനെ, ബാക്കി കേൾക്കാം. ഈ ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരുന്നോ? അതിന് കഴിയുമായിരുന്നോ? അന്ന് പ്രതിഭാഗം അഭിഭാഷകരുടെ സംഘത്തിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ കുറിച്ചെടുത്തിരുന്നു എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അങ്ങനെ 1 മണിക്കൂർ കോടതിയിലിരുന്ന് ഇത്ര പെർഫെക്റ്റ് ആയി ഈ ഡോക്യുമെന്റ് കുറിച്ചെടുക്കാൻ കഴിയുമോ? അത് മനുഷ്യ സാധ്യമാണോ? ഫോറൻസിക് വിദഗ്ധർ ഈ സംശയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ വിഷ്വലുകളിലെ ശബ്ദങ്ങൾ മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്യാൻ ലാബിന്റെ സൗകര്യമുണ്ടെങ്കിൽ തന്നെ 48 മണിക്കൂറിലേറെ വേണം. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ 8 ഫയലുകളുണ്ട്. ഈ 8 ഫയലുകളുടെയും ഓഡിയോ വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷൻ ഫോറൻസിക് വിദഗ്ധർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ പക്കയായ ഡോക്യുമെന്റ് ആണ് അനൂപിന്റെ ഫോണിൽ കണ്ട ആ ഇമേജുകളിലുള്ളത്. സമാന ഡോക്യുമെന്റ് തയ്യാറാക്കിയ വിദഗ്ധർ പറയുന്നു, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കി ശബ്ദം മാത്രം, ഓഡിയോ ഡിസ്ക്രിപ്റ്റ് മാത്രം ഇതുമാതിരി തയ്യാറാക്കാൻ ഒരു ലാബിന്റെ സഹായം ഉണ്ടെങ്കിൽ 48 മണിക്കൂർ വേണമെന്ന്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ സൗകര്യമുള്ള ലാബില്ല. മനസ്സിലായല്ലോ? ഫോറൻസിക് വിദഗ്ധർ പറയുന്നു ഇങ്ങനെ തയ്യാറാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 48 മണിക്കൂർ വേണമെന്നാണ്. ഇവൻ 1 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കി. ഇത് കോടതി അംഗീകരിച്ചു. ഇനിയുണ്ട്, ഇതൊന്നുമല്ല, ഞെട്ടാൻ പോകുന്നത് ഇനിയുണ്ട്. മധ്യത്തിലാണ് ആ കോടതി. വാഹനങ്ങളും മനുഷ്യരും ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങൾക്ക് നടുവിലിരുന്നാണ് അഭിഭാഷക സംഘം ആ വിഷ്വലുകൾ കണ്ടത്. അതും കഷ്ടിച്ച് 1 മണിക്കൂർ അവിടെ ഇരുന്ന് ആ വിഷ്വലുകളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷൻ വെള്ള പേപ്പറിൽ കുറിച്ചെടുത്തു എന്ന് പറയുന്നത് പച്ച കള്ളമാണെന്ന് ആർക്കും മനസ്സിലാകും. ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞ PW228 എന്ന സാക്ഷിയുടെ പ്രാധാന്യവും പ്രസക്തിയും. നടിയെ ആക്രമിച്ച് പൾസർ സുനി ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ 8ാം പ്രതിയും സംഘവും 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിലിരുന്ന് കണ്ട ആ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി APP ആയിരുന്ന അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നി. കോടതിയിലിരുന്ന് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് അതിന്റെ ഡിസ്ക്രിപ്ഷനും എഴുതിയെടുത്തിരുന്നോ എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു സാക്ഷി 2023 ജനുവരി 19 ഈ സാക്ഷിയെ വിസ്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൊഴി ന്യൂസ് ബുള്ളറ്റ് കേരള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൽ നിന്ന് സംഘടിപ്പിച്ചു. അതാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എക്സിബിറ്റ് P468 എന്ന തെളിവ്. അതാണ് അനൂപിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റ്. ഇതിനകത്ത് ഇവരിത് കണ്ടപ്പോൾ അതിനൊരു സാക്ഷി ഉണ്ടായിരുന്നു. ആ സാക്ഷി വഴിയാണ്, അതായത് ആ ഒരാൾ വഴിയാണ് ഈ അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത് കണ്ടത്. ആ പുള്ളി ഒരു മൊഴിയുണ്ട്. പുള്ളി കോടതിക്ക് കൊടുത്ത മൊഴി, ഇത് തൊട്ടെങ്കിൽ കൃത്യമായിട്ട് കേൾക്കണം. പുള്ളി എന്താണ് കോടതിക്ക് കൊടുത്ത മൊഴി? ഈ മൊഴിയെ എങ്ങനെയാണ് കോടതി വളച്ചൊടിച്ചത്? കോടതി എന്ന് പറയുന്നില്ല, ആ ജഡ്ജ് എങ്ങനെയാണ് ഇതിനെ വളച്ചൊടിച്ചത്? ഇനി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, കേട്ടോളൂ. ആ പുള്ളി കൊടുത്ത മൊഴി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അതിനുശേഷം ഈ ജഡ്ജ് നമ്മുടെ ഹണി എം വർഗീസ് എങ്ങനെയാണ് ഇതിനെ വളച്ചൊടിച്ചത് എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമേജ്, ആ ഇമേജ് ലാപ്ടോപ്പിൽ സാക്ഷിയെ പ്രോസിക്യൂഷൻ കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാണുന്ന രേഖകളിൽ കാണുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് എഴുതിയിരുന്നോ? സാക്ഷിയുടെ ഉത്തരം ഇങ്ങനെ: എന്നെ ഇപ്പോൾ കാണിച്ച ഫോട്ടോസ് കുറെ ഫയൽ നെയിമിന്റെ പേരും ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നതാണ്. ഓരോ ഫയലും കണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്രകാരം അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല. ഈ സാധ്യതയില്ല, പറ്റത്തില്ല എന്നീ 2 വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്തു വെക്കണം. ഞാനും കൂടി പറയുന്നു, ഈ പുള്ളി പറഞ്ഞൊരു സാധ്യം. ആ പുള്ളി എന്താ പറഞ്ഞത്? ഈ പുള്ളിക്ക്, അതായത് ആ സാക്ഷിയുടെ അടുത്ത് കാണിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇതിനകത്ത് വെച്ച് നടക്കുമോ? അതായത് 1 മണിക്കൂറാണല്ലോ
അവർ ഈ വിഷ്വൽ പരിശോധിച്ചെന്ന് പറഞ്ഞു. ഈ 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഈ പറയുന്ന ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞ് അങ്ങനെ ഒരു വിഷ്വൽ പിന്നീട് ചെയ്യാൻ സാധ്യതയില്ല, പറ്റത്തില്ല എന്നാണ് പുള്ളി എന്താ പറഞ്ഞത്. പുള്ളി പറഞ്ഞ് സാധ്യതയില്ല, പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞു. ഈ വാക്കിലാണ് വളച്ചൊടിക്കുന്നത്. ബാക്കി കേൾക്കാം. ഒരു ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ അവിടെ വെച്ച്, അതായത് ആ കോടതി മുറിയിൽ വെച്ച് അപ്പോൾ എഴുതിയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, പറ്റത്തില്ല എന്ന് അറുത്തു മുറിച്ച് PW 228 മൊഴി നൽകി. പ്രോസിക്യൂഷന്റെ അടുത്ത ചോദ്യം, എന്താണ് അങ്ങനെ പറയാൻ കാരണം? മറുപടിയുടെ ആദ്യ വാചകം, കാണുന്ന കാഴ്ചകൾ എഴുതിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, അതായത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് സാക്ഷി പറയുന്നത്. അവിടെ വെച്ച് ഫിലിപ്പ് സാർ ശബ്ദത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. ഇത്ര ഡീറ്റെയിൽസ് അവിടെ വെച്ച് എഴുതിയിട്ടില്ല. ഫയൽ നെയിം ഇതിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു, അത് അവിടെ വെച്ച് എഴുതിയിട്ടില്ല. ഈ സാക്ഷിയെ പ്രതിഭാഗവും വിസ്തരിച്ചു. പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ സാക്ഷി തറപ്പിച്ചു പറഞ്ഞത്, ഒന്ന്, വിഷ്വൽസിലെ ഫയൽ നെയിം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർ എഴുതിയിട്ടില്ല, താൻ പറയാതെ അവർക്ക് എഴുതിയെടുക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ഫിലിപ്പ് എത്ര ഷീറ്റ് അവിടെ വെച്ച് എഴുതി എന്ന് പ്രതിഭാഗം ചോദിച്ചു. ഒരു പേപ്പറിന്റെ പകുതി വരെ എന്ന് വ്യക്തമായ മറുപടി. അവിടെ വെച്ച് ഫിലിപ്പ് സാറ് ശബ്ദത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചത് എന്ന് പ്രോസിക്യൂഷൻ ചോദ്യത്തോട് സാക്ഷി പ്രതികരിച്ചിരുന്നു. അക്കാര്യത്തിൽ പ്രതിഭാഗം തങ്ങളുടെ വിസ്താരത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഫിലിപ്പ് പലതവണ കോടതിയിൽ കേട്ട ഒരു വാക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞത് ഹെഡ്സെറ്റ് സാക്ഷിക്ക് കൂടി കൈമാറി ഒന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. അതാണ് ശബ്ദത്തിന് വേണ്ടി ചോദിച്ചു എന്ന് പറഞ്ഞത്. ഇക്കാര്യം എടുത്തു പറയാൻ കാരണമുണ്ട്, അത് പിന്നാലെ പറയാം. 1/2 പേജ് എഴുതിയിട്ടുള്ളൂ എന്ന് മൊഴി നൽകിയപ്പോൾ പ്രതിഭാഗത്തിന്റെ തുടർ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഒരു പേപ്പറിന്റെ പകുതി എന്ന് പറയുന്നത് കളവല്ലേ? 5-6 പേപ്പർ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാണ് സാക്ഷിയുടെ അറുത്തു മുറിച്ച മറുപടി. ഇനി പ്രതിഭാഗത്തിന്റെ വിചിത്രമായ മറ്റൊരു ചോദ്യവും അതിന് നൽകിയ ഉത്തരവും കാണാം. ചോദ്യം ഇങ്ങനെ, വിഷ്വൽ കണ്ട സമയത്ത് അഡ്വക്കേറ്റ് ഫിലിപ്പ് കണ്ട കാര്യങ്ങൾ പിന്നീട് ഓഫീസിലിരുന്ന് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തും മലയാളത്തിലുള്ള കാര്യങ്ങൾ എഴുതിച്ചും തയ്യാറാക്കിയ രേഖയാണിതെന്ന് പറഞ്ഞാൽ? ആ ചോദ്യത്തിന് എനിക്കറിയില്ല എന്നാണ് സാക്ഷിയുടെ മറുപടി. ഓക്കെ, ഇവിടെയാണ് ആദ്യത്തെ വളച്ചൊടിപ്പ്. അതായത് ഈ പുള്ളി ഈ സാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, ഈ സാക്ഷി എന്താ പറഞ്ഞു? അതായത് 1 മണിക്കൂർ കൊണ്ട്, പുള്ളി 1 മണിക്കൂറാണ് ഇത് കണ്ടത്, ഈ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയൊരു സംഭവം എഴുതിയെടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. പറ്റത്തില്ല എന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് പുള്ളി എടുത്ത് പറഞ്ഞു എത്ര പേജ് അവർ ഇതിനെ കുറിച്ച് എഴുതി. അപ്പൊ ഈ വക്കീൽ അവിടെ നിന്ന് എഴുതുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു 1/2 പേജ് മാത്രമേ, ഒരു പേപ്പറിന്റെ ഒരു 1/2 പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോ മറുഭാഗം വക്കീൽ, പ്രതിയുടെ വക്കീൽ ചോദിക്കുന്നുണ്ട്, 1/2 എന്ന് പറയുന്നത് ശരിയാണ്, ഒരു 5 പേപ്പറൊക്കെ എഴുതിയില്ല. പുള്ളി ഇല്ല, എന്റെ ഫ്രണ്ട് വെച്ചാൽ 1/2 ഭാഗമേ, ഒരു പേപ്പറിന്റെ പകുതിയോളം മാത്രമേ പുള്ളി എഴുതി എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവരുടെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇവിടെ നിന്ന് ഈ വിഷ്വൽ കണ്ടല്ലോ, ഈ 1 മണിക്കൂറുള്ള വിഷ്വൽ കണ്ടല്ലോ, ഈ വിഷ്വൽ കണ്ടിട്ട് പുള്ളി, അതായത് ഈ വക്കീല് അവന്റെ ഓഫീസിൽ പോയിട്ട് അത് ഓർമ്മിച്ച് ഈ 1 മണിക്കൂർ കൊണ്ട് ഓർമ്മിച്ച് അതിന്റെ ഫയൽ പിന്നെ നമ്പർ ഉൾപ്പെടെ എടുത്ത് എഴുതിയതായിരിക്കാൻ വഴിയില്ലേ എന്ന് ആരോട് ചോദിക്കുന്നു? ഈ പറയുന്ന സാക്ഷിയുടെ ചോദിച്ചു. സാക്ഷി പറഞ്ഞു അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ എന്ന് സാക്ഷി പറയുന്നു. ബാക്കി സത്യത്തിൽ എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി? നമുക്കത് ഒരു പിടിയും കിട്ടില്ല. കാരണം അഡ്വക്കേറ്റ് ഫിലിപ്പ് കണ്ട കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ചെന്നോ അത് പിന്നീട് ഓഫീസിൽ ചെന്നിരുന്ന് എഴുതിയെന്നോ പറയാൻ അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നിക്ക് ഒരു കാരണവശാലും കഴിയില്ല. എന്നാൽ ഈ എക്സിബിറ്റിനെ ഇങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന കൃത്യമായ ക്ലൂ കൊടുക്കലായിരുന്നു ഈ ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രതിഭാഗം വാദിക്കുന്നത് പോലെ അങ്ങനെ ഓർത്തു വെച്ച് ഓഫീസിൽ ചെന്നിരുന്ന് ആ ഓഡിയോ വീഡിയോ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ സാധ്യതയില്ല, പറ്റത്തില്ലെന്നാണ് പ്രോസിക്യൂഷൻ വിസ്താരത്തിൽ PW 228 എന്ന സാക്ഷി കൃത്യമായി പറഞ്ഞത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച 8 വിഷ്വലുകളിൽ ഒരു ഫയലിന്റെ പേര് നോക്കൂ, കോടതി വിധിയിലുള്ളതാണ്. BID 2017212230555.MP4. ഇതുപോലെ 8 ഫയലുകളുടെ പേരുകൾ അഡ്വക്കേറ്റ് ഫിലിപ്പ് ഓർത്ത് വെച്ച് ഓഫീസിൽ ചെന്ന് ഓർത്തെടുത്ത് എഴുതിയത്രേ. മനസ്സിലായില്ല? ഇതാണ് ഒരു ഫയലിന്റെ നമ്പർ കേട്ടല്ല, ഈ നമ്പറുകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന അഡ്വക്കേറ്റ് ഓർത്തെടുത്ത് അവന്റെ ഓഫീസിൽ പോയിരുന്ന് ആദ്യം എന്ത് ചെയ്തു? ഇവിടെ വെച്ച് തന്നെ എഴുതിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഈ പറഞ്ഞ എന്താ സാക്ഷി പറഞ്ഞു ഇവിടെ വെച്ച് എഴുതിയിട്ടില്ല, 1/2 പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം അവൻ ഓർത്തെടുത്ത് അവന്റെ ഓഫീസിൽ കൊണ്ടുവച്ച് എഴുതിയതാണ്. അതിന്റെ ഒരു ഫയലിന്റെ നമ്പർ വായിച്ചു. അതുപോലെ 8 ഫയല്, ഈ ഫയലിന്റെ നമ്പർ വരെ അവൻ ഓർത്തെടുത്ത് എഴുതി എന്നാണ് ഇവർ വാദിക്കുന്നത്. നല്ല കാര്യം, ഇനിയുണ്ട്, ഞെട്ടാൻ പോകുന്നത് ഇനിയുണ്ട്. ഭാഭാബായും ബാന്ദ്രയും ഒക്കെ കണ്ട് കൈയടിക്കുന്നവർ ഇതൊക്കെ വിശ്വസിച്ചേക്കാം, അല്ലാത്തവർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് യുവർ ഓണർ. അഡ്വക്കേറ്റ് പ്രസൂൺ ബിന്നി എന്ന 228 സാക്ഷിയുടെ മൊഴിയാണ് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയത്. അതിന് പറഞ്ഞ കാരണങ്ങളാണ് നാം ഇനി പരിശോധിക്കുന്നത്. വിധിയുടെ 833 ഖണ്ഡിക നമുക്ക് തുടർന്ന് വായിക്കാം.
ആ ഖണ്ഡികയുടെ തുടക്കത്തിലാണ് സാക്ഷിമൊഴിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരണ കോടതി ജഡ്ജി പറയുന്നത്. ബാക്കി ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഹി ഏർലിയർ ഡിപ്പോസ്ഡ്. ആ ഏർലിയർ എന്ന വാക്ക് ഇവിടെ ഓർമ്മിച്ചു വെക്കണം. ദാറ്റ് there is no chance for preparing the notes during the examination of contents. He also admitted that the images appears to be containing the details of the inspection of visuals. Then PW 228 changed his version. ആ നേരത്തെ പറഞ്ഞ earlier എന്ന വാക്ക് ഓർമ്മിച്ചു വയ്ക്കുക. ഇപ്പൊ പറയുന്നു then PW 228 changed his version that it is impossible to prepare those details. Earlier he deposed, then he changed. ഈ രണ്ട് വ്യാഖ്യാനങ്ങളുടെ പഴുതുണ്ടാക്കിയാണ് ഈ മൊഴിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരണ കോടതി വിധി പറയുന്നത്. നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരാൾ ഒരു മൊഴി നൽകുന്നു, ഒരു കുറിപ്പ് തയ്യാറാക്കിയതിനെ കുറിച്ചാണ് മൊഴി. ആ മൊഴിയുടെ ഒരു ഭാഗത്ത് കുറിപ്പ് തയ്യാറാക്കാൻ സാധ്യതയില്ല എന്ന് സാക്ഷി മൊഴി പറയുന്നു. എന്നാൽ പിന്നീട് അത്തരം വിശദാംശങ്ങൾ തയ്യാറാക്കുക എന്നത് അസാധ്യമാണെന്ന് പറഞ്ഞ് സാക്ഷി തന്റെ മൊഴി മാറ്റി. ഇതാണ് ജഡ്ജിയുടെ വാചകങ്ങളിൽ നിന്ന് സാധാരണക്കാരായ നാം മനസ്സിലാക്കുന്ന ഭാഗം. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ സാക്ഷി പറഞ്ഞത്? നമുക്ക് മൊഴിയുടെ ആ ഭാഗം ഒന്നുകൂടി കാണാം. ഇതാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നത്: അപ്രകാരം അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല. ലളിതമാണ്, കൃത്യമാണ് മറുപടി. ലാപ്ടോപ്പിൽ തന്നെ കാണിച്ച രേഖയിൽ എഴുതിയിരിക്കുന്നത് മാതിരി ഒരു നോട്ട് ആ ഫയൽ കാണുന്ന സമയത്ത്, ആ വിഷ്വൽ കാണുന്ന സമയത്ത് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് ഒരേ വാചകത്തിൽ അടുത്തടുത്ത് തുടർച്ചയായി സാക്ഷി പറഞ്ഞ വാക്കുകളാണ്. ബാക്കി ഞാൻ പറഞ്ഞു, സാധ്യതയില്ല, പറ്റത്തില്ല. ഇതാണ് ആ സാക്ഷി പറഞ്ഞ മൊഴി. ഇതിനെ കോടതി അച്ചടിച്ചത് എങ്ങനെയെന്ന് അറിയാമോ? ആദ്യം പറഞ്ഞു അവൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കണം, ഇതിനെ രണ്ട് വാക്കാക്കി എടുത്തു. പുള്ളി പറഞ്ഞത് ഈ ഒരു സാധനം ഇങ്ങനെ അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സാക്ഷി മൊഴിയെ വളച്ചൊടിച്ച് കോടതി പറഞ്ഞ, ആദ്യം അയാൾ പറഞ്ഞു സാധ്യതയില്ല എന്ന് പറഞ്ഞു, പിന്നെ അയാൾ മൊഴി മാറ്റിയിട്ട് പറഞ്ഞു എന്താണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് വളച്ചൊടിച്ചു. ഇതിനപ്പുറം എന്ത് വേണം? ഇതിനപ്പുറം ഇത് പറഞ്ഞ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞ ഇത് പറ്റത്തേ ഇല്ല, ഇത് അവിടെ ഇരുന്ന് എഴുതിയിട്ടില്ല, അതുമല്ല ഇത് ഓർമ്മിച്ചു പോയി എന്താണ് അത് എഴുതാനുള്ള ഒരു ചാൻസും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. സാധ്യതയില്ല, പറ്റത്തില്ലെന്ന ഒരു വാക്കാണ്. ഇതിനെ രണ്ടിടത്ത് പറഞ്ഞതായിട്ട് ഈ കോടതി അല്ലെങ്കിൽ ഈ ഹണി വളച്ചൊടിച്ചു. അതായത് അങ്ങനെ ആദ്യം പുള്ളി പറഞ്ഞു സാധ്യതയില്ല എന്ന് പറഞ്ഞു, പിന്നെ പുള്ളിയുടെ മൊഴി മാറ്റി പറ്റത്തില്ല എന്നാക്കിയെന്ന്. ഈ ഒരു സാധനം എത്ര ആലോചിച്ച് നോക്ക്. ഇങ്ങനെയാണ് ഓരോ ഈ പറയുന്ന പ്രോസിക്യൂഷൻ കൊടുത്ത മൊഴികളെല്ലാം ഇവരെ വളച്ചൊടിച്ച് പ്രതിക്ക് അനുകൂലമാക്കി മാറ്റിയത്. മനസ്സിലായോ? വിധിപ്പകർപ്പ് വായിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. വിധിപ്പകർപ്പ് എന്തിനു വായിക്കണം? ഈ പറയുന്ന യമനെ വെറുതെ വിട്ടതല്ലേ? യമനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് അതിന് എന്തൊക്കെ വിധിപ്പകർപ്പിൽ എന്താണ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. ഇതുപോലുള്ള വളച്ചൊടിച്ച വിധിപ്പകർപ്പാണ് അതിലുള്ളത്. ഇതൊന്ന് തെളിയിച്ചിരുന്നെങ്കിൽ, ഈ ഒരൊറ്റ കേസ്, ഈ ഒരു സാധനം തെളിയിച്ചിരുന്നുവെങ്കിൽ, ഈ സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് ഒരു വാക്കിനെ രണ്ട് വാക്കായിട്ട് ചിത്രീകരിച്ച് രണ്ടിടത്ത് വെച്ച് അവൻ മൊഴി മാറ്റിയതാണ് എന്ന് പറഞ്ഞു വളച്ചൊടിച്ച് ഇതിനെ അസാധുവാക്കിയപ്പോഴാണ് ഈ കേസ് ഇപ്പൊ തടയപ്പെട്ടത്. ഇതൊന്ന് തെളിയിച്ചെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഈ ബാക്കി നിങ്ങൾ പറയുന്ന ഒരു വാദവും വേണ്ട. ഈ പറയുന്ന മെമ്മറി കാർഡ് എങ്ങനെ അവന്റെ വീട്ടിലെത്തി, യവൻ എങ്ങനെ ഇത് കണ്ടു എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന ലക്ഷ്യയിൽ അവൻ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നത് സത്യമായിട്ട് വരും. ഈ ലക്ഷ്യയിൽ നിന്ന് ഈ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ച് ഇവര് ഈ പറയുന്ന ബാലചന്ദ്ര കുമാറിന്റെ അടുത്ത് വെച്ച് ഇത് കണ്ടു എന്നുള്ളത് സത്യമായിട്ട് വരും. ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തെളിയിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വെച്ച് സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനെ എടുത്ത് രണ്ടിടത്തായിട്ട് ഉപയോഗിച്ചു എന്ന് ഈ പറയുന്ന ഹണി ഇത് വളച്ചൊടിച്ചു. പ്രതിക്ക് അനുകൂലമായി നിന്നു. ഇതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ കോടതിയിൽ അല്ലെങ്കിൽ ഈ ഹണിയിൽ അല്ലെങ്കിൽ ഈ ന്യായാധിപനിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. ആലോചിക്ക്, എന്ത് കൃത്യതയോടെ എത്ര ഇതായിട്ട് വളച്ചൊടിച്ച് നിൽക്കുന്നത്. ആര് ചോദിക്കാനേ? പണത്തിന്റെ കൊഴുപ്പ് ആര് ചോദിക്കാൻ? നിങ്ങൾ തന്നെ പറയുന്നത്. ഇത്രയും കൃത്യമായിട്ട് എവിഡൻസ് കൊടുത്തിട്ട് പോലും അത് സ്വീകരിക്കുന്നില്ല. ഈ ഒരു ചെറിയ വാക്കിനെ അതിനെയും വളച്ചൊടിച്ച്, കർത്താവേ, ഇത് എന്ത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ന്യൂസ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ പോയി കാണാൻ ഞാനിത് കുറച്ച് വെച്ചിട്ടുള്ളൂ. പുള്ളി നല്ല വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു തെളിവ് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു എവിഡന്റിനെ എങ്ങനെയാണ് ഈ കോടതി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ജഡ്ജി എങ്ങനെയാണ് വളച്ചൊടിച്ചത്? ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് ആ പ്രതി അല്ലെ എന്താണ് ആ സാക്ഷി ഉദ്ദേശിച്ചതെന്നും എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഹണി എന്ന് പറയുന്ന ന്യായാധിപൻ അതിനെ വളച്ചൊടിച്ചത് എന്ന് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ചെയ്തിരിക്കുന്നത് ദിലീപ് തന്നെയാണ്. അവൻ തന്നെയാണ്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.